കാനഡയിലെ ജീവിത ചെലവ് ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ സാധാരണക്കാരായ തൊഴിലാളികൾക്ക് ആശ്വാസമാകുന്ന ചില വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കുറഞ്ഞ വരുമാനക്കാരായ വ്യക്തികളെയും കുടുംബങ്ങളെയും സഹായിക്കുന്നതിനായി കാനഡ ഗവൺമെന്റ് നൽകുന്ന കാനഡ വർക്കേഴ്സ് ബെനിഫിറ്റ് അഥവാ CWBയിൽ 2026 വലിയൊരു വർധനവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്താണ് ഈ ആനുകൂല്യം? 2026 നിങ്ങൾക്ക് എത്ര രൂപ വരെ ലഭിക്കും? ആരൊക്കെയാണ് ഇതിന് അർഹർ? ഈ തുക എപ്പോഴൊക്കെയാണ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തുക? ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി പരിശോധിക്കുന്ന ഒരു സ്പെഷ്യൽ റിപ്പോർട്ടാണിത്. നിങ്ങൾ കാനഡയിൽ ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ കാനഡയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായും കാണുക. കാനഡ വർക്കേഴ്സ് ബെനിഫിറ്റ് എന്നത് കേവലം ഒരു ഗ്രാന്റ് അല്ല, മറിച്ച് ഇതൊരു റീഫണ്ടബിൾ ക്രെഡിറ്റ് ആണ്. അതായത് നിങ്ങളുടെ വാർഷിക ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ കുറഞ്ഞ വരുമാനമുള്ള തൊഴിലാളികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഗവൺമെന്റ് തിരികെ നൽകുന്ന തുകയാണിത്. ഇതിൽ പ്രധാനമായി 2 ഭാഗങ്ങളാണുള്ളത്. ഒന്ന് ബേസിക് എമൗണ്ട്, ഇത് സാധാരണ വരുമാനമുള്ള എല്ലാവർക്കും ലഭിക്കുന്ന അടിസ്ഥാന തുകയാണ്. രണ്ടാമത്തത് ഡിസബിലിറ്റി സപ്ലിമെന്റ്, ശാരീരികമായ വെല്ലുവിളികൾ നേരിടുന്ന തൊഴിലാളികൾക്കായി നൽകുന്ന അധിക സാമ്പത്തിക സഹായമാണിത്. 2026 കാനഡ സർക്കാർ ഈ ബെനിഫിറ്റിൽ ഏകദേശം 2% വർധനവ് വരുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് ഇൻഫ്ലേഷൻ അഥവാ പണപ്പെരുപ്പത്തിന് അനുസൃതമായി വരുത്തിയ ക്രമീകരണമാണ്. 2025 ഉണ്ടായിരുന്നതിനേക്കാൾ ഉയർന്ന തുക 2026 ഓരോ ഗുണഭോക്താവിനും ലഭിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. എല്ലാവരും കാത്തിരിക്കുന്നത് തുക എത്ര കൂടുമെന്ന കാര്യം അറിയാനാണ്. പുതിയ കണക്കുകൾ പ്രകാരം 2026 ലഭിക്കുന്ന പരമാവധി തുകകൾ നമുക്കൊന്ന് പരിശോധിക്കാം. അവിവാഹിതരായ വ്യക്തികൾ, അതായത് സിംഗിളായി തുടരുന്നവർക്ക് $1665 ആണ്. ഇത് 2025 $1633 ആയിരുന്നു. കുടുംബങ്ങൾക്ക് $2869 ആണ് വർദ്ധിച്ചിരിക്കുന്നത്. 2025 ഇത് 2813 ആയിരുന്നു. ഡിസബിലിറ്റി ഉള്ളവർക്ക് $860 ആണ് അധികമായി നൽകുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ തുക നിങ്ങളുടെ വരുമാനത്തിനനുസരിച്ച് മാറും എന്നതാണ്. നിങ്ങളുടെ നെറ്റ് ഇൻകം ഒരു പ്രത്യേക പരിധിക്ക് മുകളിലാണെങ്കിൽ ഈ ആനുകൂല്യം കുറഞ്ഞു വരും. ഉദാഹരണത്തിന്, ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാളുടെ വരുമാനം $26,855 കൂടുതലാണെങ്കിൽ തുക കുറയാൻ തുടങ്ങും. വരുമാനം $37,742 മുകളിലായാലും ഈ ആനുകൂല്യം ലഭിക്കില്ല. കുടുംബങ്ങളുടെ കാര്യത്തിൽ ഈ വരുമാന പരിധി $30,639 ആണ്. നിങ്ങൾ ഈ ആനുകൂല്യത്തിന് അർഹനാണോ എന്ന് എങ്ങനെ അറിയാം? ഇതിനായി ഇനി പറയുന്ന യോഗ്യതകൾ ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് കുറഞ്ഞത് 19 വയസ്സെങ്കിലും പ്രായമുണ്ടാകണം. അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഒരു കുട്ടിയോ പങ്കാളിയോ താമസിക്കുന്നുണ്ടാകണം. ആ വർഷം മുഴുവൻ നിങ്ങൾ കാനഡയിൽ താമസിക്കുന്ന വ്യക്തിയായിരിക്കണം. നിങ്ങൾക്കൊരു നിശ്ചിത തുകയെങ്കിലും ജോലിയിൽ നിന്നുള്ള വരുമാനം ഉണ്ടായിരിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ വരുമാനം കുറവാണെങ്കിലും നിർബന്ധമായി ടാക്സ് ഫയൽ ചെയ്യണം. എങ്കിൽ മാത്രമേ CRAക്ക് നിങ്ങളെ ഈ ആനുകൂല്യത്തിന് തിരഞ്ഞെടുക്കാൻ സാധിക്കൂ. ഈ പണം എപ്പോഴാണ് ലഭിക്കുക എന്നതാണ് അടുത്ത ചോദ്യം. ഇപ്പോൾ സർക്കാർ അഡ്വാൻസ്ഡ് കാനഡ വർക്കേഴ്സ് ബെനിഫിറ്റ് എന്ന രീതിയിലാണ് ഇത് നൽകുന്നത്. അതായത് മൊത്തം തുകയുടെ 50% 3 ഘടുക്കളായി വർഷത്തിൽ മുൻകൂട്ടി നൽകുന്നു. ബാക്കി 50% നിങ്ങൾ ടാക്സ് ഫയൽ ചെയ്തതിനു ശേഷം ലഭിക്കും. ജനുവരി 12, ജൂലൈ 10, ഒക്ടോബർ 9 വരെ നിങ്ങൾക്ക് ടാക്സ് ഫയൽ ചെയ്യാൻ സാധിക്കും. പണം നേരിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് വരിക. അതിനാൽ CRA മൈ അക്കൗണ്ടിൽ വിവരങ്ങൾ അപ്ഡേറ്റ് ആണെന്ന് ഉറപ്പുവരുത്തുക. കാനഡയിലെ ഈ പുതിയ മാറ്റങ്ങൾ സാധാരണക്കാരായ ആയിരക്കണക്കിന് മലയാളികൾക്കും ഇന്ത്യക്കാർക്കും വലിയ സഹായകമാകും. പണപ്പെരുപ്പം കൂടുമ്പോൾ ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നത് നമ്മുടെ ബജറ്റ് നിയന്ത്രിക്കാൻ സഹായിക്കും.